നല്ല മഴയല്ലേ? പണ്ടുള്ളവര് നമ്മുടെ ഈ മഴക്കാലത്തെ പ്രത്യേകിച്ചും കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പുറത്തൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിനകത്ത് തന്നെ ചുരുണ്ടുകൂടിയിരിക്കേണ്ടി വരും, നമ്മുടെ ബോഡി ഭയങ്കര വീക്ക് ആയിരിക്കും, അതൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഈ കർക്കിടക മാസത്തില് പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരിക ഒരു ഉഴിച്ചിലും അതുപോലെ കിഴിവെക്കലൊക്കെ തന്നെയായിരിക്കും. അത് മാത്രമല്ല, ശരിക്കും നമ്മൾ ഇന്റേണലി നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് ബോഡി സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും നമ്മൾ കർക്കിടകത്തിൽ ചെയ്യുന്ന പഞ്ചകർമ്മ തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇന്റേണൽ ക്ലൻസിങ്, ഒരു ഡീടോക്സ് മെത്തേഡ് തന്നെയാണ് നമ്മൾ കർക്കിടക ചികിത്സയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യുക എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ നമ്മളൊന്ന് പ്രോപ്പർ ആക്കണം. ഡൈജഷൻ പ്രോപ്പർ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തില് അഗ്നി എന്നാണ് നമ്മൾ ഡൈജസ്റ്റീവ് ഫയറിനെ പറയുന്നത്. അപ്പൊ ഈ അഗ്നിബലം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മളുടെ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അഗ്നിബലം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ കർക്കിടക കഞ്ഞി. കർക്കിടകത്തിൽ നമ്മൾ പലതരത്തിലുള്ള ഔഷധ കൂട്ടുകൾ ചേർത്തിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. ലൈക്ക് ജീരകം, അയമോദകം, ദശപുഷ്പം, ഇങ്ങനെയുള്ള ഒട്ടനവധി മെഡിസിൻസ് ചേർത്ത് ഞവരരിയിൽ പാകപ്പെടുത്തി എടുക്കുന്നതാണ് കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞി കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി പ്യൂരിഫൈഡ് ആവുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ക്ലിയർ ആവുന്നു, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് കർക്കിടക കഞ്ഞി കഴിക്കുന്നത് ശരിക്കും നല്ലതാണ്. കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെഡിക്കേറ്റഡ് ഫുഡാണ്, മെഡിസിനും ആണ്, അറ്റ് ദ സെയിം ടൈം ഫുഡും ആണ്. 1 month ഓഫ് കെയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇയർ ഓഫ് ഹെൽത്ത് എന്ന് തന്നെ നമുക്ക് ഈ കർക്കിടക മാസത്തെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ താങ്ക് യു.